ഹലോ, ഇന്നല്പം കിനുവ കിച്ചടി ആയാലോ? ഇതാ ഇങ്ങനെ ഇരിക്കും ഇത്. അതെല്ലാം നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം. അതേ സെയിം ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് ചെറുപയർ പരിപ്പാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് രണ്ട് പാത്രത്തിനകത്താക്കി വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം അരമണിക്കൂർ ഞാനത് കുതിരാനായിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ ഇത് രണ്ടും കൂടെ ഒരു പാത്രത്തിനകത്താക്കി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതെന്നിട്ട് മാറ്റി വയ്ക്കാമേ. ഇനി നമുക്ക് ഇത് കുക്കറിനകത്താണ് ഞാൻ വെക്കുന്നത്. അതിനകത്തോട്ട് അല്പം നെയ്യ് ഒഴിക്കാം, കടുകിട്ട് പൊട്ടിക്കാം, ജീരകം ഇടാം, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സ്പൂണ്, ഒരു വറ്റൽ മുളക്, അല്പം കരിയാപ്പില, 2 ടേബിൾ സ്പൂൺ ചെറുള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ബീൻസ് അരിഞ്ഞത്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിനകത്ത് വെള്ളമയം എല്ലാം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനകത്ത് വെള്ളമയം ഒക്കെ ഏകദേശം പോയി. ഇനി നമുക്ക് ഒരു തക്കാളിയുടെ പാതി അതും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഏകദേശം ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കിനുവയും ചെറുപയർ പരിപ്പും കൂടിയിട്ട് നമുക്ക് അതിനകത്ത് വെള്ളമയം ഇട്ടൊന്ന് പറ്റിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു 5-6 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് തുറന്നു കഴിയുമ്പോൾ ഇനി അതിനകത്തോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കായം, ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്ന ഇടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ഞാനൊരു 5-6 സെക്കൻഡ് ഒന്ന് വഴറ്റി അതിനകത്തെ മുളക് പൊടിയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിനകത്തോട്ട് 2 പാത്രം വെള്ളം ഒഴിക്കണം. അതിന് ഒരു പാത്രം ഉണ്ടായിരുന്നു, കിനുവയും ചെറുപയറും കൂടെ ഒരു പാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച്. ഇനി നമുക്ക് അതിനകത്തോട്ട് അല്പം ഉപ്പും കൂടെ ഇട്ട് കൂട്ടത്തിൽ ഇച്ചിരി മല്ലിയിലയും കൂടെ ഇടുക. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിലടിക്കാം. ഒരു വിസിലിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. ഒരു വിസിലിന് ശേഷം ഇതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പം കഴിക്കാൻ നല്ല പാകമായിട്ടുണ്ട്. നമ്മുടെ കിനുവ കിച്ചടിയെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു ബൗളിനകത്തിട്ടിട്ട് ആവശ്യാനുസരണം ചെറിയ ചൂടോടുകൂടി ഉപയോഗിക്കുകയാണ്.